ചേച്ചി പൊതിച്ചോറ്, നമ്മൾ ഈ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഇപ്പൊ DYFIക്കാരുടെ കയ്യിൽ നിന്ന് പൊതിച്ചോറ് മേടിക്കാൻ തന്നെ നമുക്കൊരു പേടിയാവണോ ഇനി? അങ്ങനെയല്ല കേട്ടോ ബബിത. നമുക്ക് ആലോചിക്കുമ്പോൾ ജോയ് മാത്യു പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മനസ്സിലെത്തുന്നത്. ഞങ്ങളൊക്കെ ഓൾഡ് സ്കൂളാ എന്ന് പറയാം. നമുക്ക് ഇടുക്കി ഗോൾഡ് കഞ്ചാവാണ് ഉദ്ദേശിക്കുന്നത്. കഞ്ചാവാണ് ഞങ്ങളുടെ മനസ്സിൽ ദി മയക്കുമരുന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. MDMA ഇപ്പോൾ ലേറ്റസ്റ്റ് ജെൻസി പിള്ളേരുടെ കാര്യങ്ങളാണെന്ന് പറയാം. അപ്പോൾ ജോയ് മാത്യു പറഞ്ഞിരിക്കുന്നത് വലം കൈയിൽ പൊതിച്ചോറും ഇടം കൈയിൽ ഇടുക്കി ഗോൾഡുമായിട്ട് നടക്കുന്ന DYFIക്കാരുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണല്ലോ. പറയാൻ കാരണം എന്താ പറയുമ്പോൾ നമ്മുടെ റഹീമില്ലേ, ഡിഫിയുടെ അഖിലേന്ത്യാ നേതാവ്, അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അറിയാണെങ്കിൽ തൊടുപുഴ തെക്കും ഭാഗം DYFIയുടെ സെക്രട്ടറി കൂടിയാണ്. TS ഷിയാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിലെന്താ നമ്മൾ കാണേണ്ടതെന്ന് അറിയാൻ പറ്റും. നമുക്ക് ചിരി വരുന്ന കാര്യം, ഇപ്പോൾ അവരൊരു അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. VD സതീശൻ മുഖ്യമന്ത്രിയുടെ മീഡിയ കൺസൾട്ടന്റ് അല്ലെങ്കിൽ മീഡിയ വിഭാഗം കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് ഹുസൈൻ അദ്ദേഹത്തിനെ MDMA പിടികൂടി. ഉടനെ സതീശൻ പറഞ്ഞു, എൻ്റെ മീഡിയ ആരും കൈകാര്യം ചെയ്യുന്നില്ല, ഒന്നുമില്ല, പലരും എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കും. അതൊക്കെ എൻ്റെ ക്ലോസ് ആയിട്ട് പറഞ്ഞാൽ എങ്ങനെയാ പറയുമ്പോൾ ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന അദ്ദേഹം അസംബ്ലിയുടെ വളരെ സെക്യൂരിറ്റി ഉള്ള ഏരിയ ആണ്. കോറിഡോറിൽ കൂടെ VD സതീശന്റെ കൈയും പിടിച്ച് നടന്നു പോകുന്ന ഫോട്ടോ ഉണ്ട്. VD സതീശൻ വീട്ടിലിരിക്കുന്ന വേഷത്ത്, അതായത് കളർ മുണ്ടും കളർ ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് ചേർന്നിരിക്കുന്ന സംസാരിക്കുന്ന ഫോട്ടോ ഉണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ VD സതീശന്റെ വാക്കുകളെ മുഖവിലക്കെടുക്കുന്നു. അതിലും നമുക്കൊന്ന് ചിന്തിക്കേണ്ട വിഷയമുണ്ട്. ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ പലരും നമ്മുടെ അടുത്തും പറയും, ഞാനൊക്കെ VD സതീശൻ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ആളാണെന്ന് പറയാം, നമ്മുടെ അടുത്തും വന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ കൈ പിടിച്ച് നടക്കണമെങ്കിൽ, ഞാൻ വീട്ടിലിരിക്കുന്ന വേഷത്തിൽ എൻ്റെ അടുത്തിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത്രയും നമുക്ക് അടുപ്പമുള്ള ആളോടെ പറ്റുള്ളൂ. ശരിയല്ലേ? മറ്റേതൊക്കെ കാഷ്വൽ ഫോട്ടോസ് നമുക്ക് പറയാം. അസംബ്ലിയിൽ കൈപിടിച്ച് നടക്കണമെങ്കിൽ പറ്റുമോ? സെക്യൂരിറ്റി ഏരിയ ആണത്. അപ്പോൾ അതിലും എന്തോ ഒരു കാര്യമുണ്ട്. VD സതീശൻ പറഞ്ഞു ഇതൊക്കെ ശരിയല്ല, അങ്ങനെയെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഡ്രിൽ മാസ്റ്റർ ഇറങ്ങിയില്ലേ, 1 2 3 4 അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്. ഞങ്ങളുടെ VD സതീശൻ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ മുഴുവനും MDMAയുടെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്, വിൽപ്പനക്കാരാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്തേക്ക് ഇറങ്ങി. പകരത്തിന് പകരം കൊടുക്കണോ? കൊടുക്കണ്ട, ദൈവം കൊടുത്തു. ചുരുക്കി പറഞ്ഞ ഇന്ന് കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളിലെ 2 യുവജന പ്രസ്ഥാനങ്ങളിലും ശരിക്കും ജനങ്ങളെ ക്യാൻവാസ് ചെയ്യുന്നത് ഇതൊക്കെ കൊടുത്തായിരിക്കും. MDMA കൊടുത്താണോ? അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. ഇവർ തമ്മിലൊരു സമരം നടന്നുകൊണ്ടിരിക്കും. സമരമല്ല, ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുക. ആദ്യം ഒന്നാമതെത്തും. ആര് കൂടുതൽ പൈസ ഈ MDMA വിൽപ്പനയിലൂടെ സമ്പാദിക്കും, പാർട്ടിക്ക് കൊടുക്കും. അവരായിരിക്കും നേതാക്കന്മാര്. ഇപ്പൊ ബക്കറ്റ് പിരിവില്ല. CPM അധികാരത്തില്ലാത്തതിനെ ചുമന്ന ബക്കറ്റുമായിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ചുമന്ന ബക്കറ്റിന് സെയിൽസ് ഇല്ല എന്നാണ് കടക്കാർ പറയുന്നത് ഇപ്പോൾ. അപ്പോൾ കോൺഗ്രസിന് ഒരു അഖിലേന്ത്യാ പാർട്ടിയാണെങ്കിലും അവർക്കും ഫണ്ടിന്റെ ധാരാളം ആവശ്യങ്ങളുണ്ട്. അപ്പൊ അവർക്കും ഫണ്ട് ആവശ്യമുണ്ട്. കാരണം ഈ ശിവകുമാർ കൊടുക്കുന്ന ഫണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, മേളിൽ നിന്ന് താഴോട്ട് എത്താൻ പറ്റില്ലല്ലോ കുട്ടികളിലേക്ക്. അദ്ദേഹത്തിന് കർണാടകയിൽ തന്നെ ധാരാളം ആവശ്യങ്ങൾ നടത്താൻ ഒരു വലിയ സ്റ്റേറ്റ് ആണ് കമ്പയർഡ് ടു കേരളം. അപ്പൊ ആ സാഹചര്യത്തിൽ ഇവര് തമ്മിൽ മനസ്സുകൊണ്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ കൂടുതൽ പണം സമ്പാദിക്കും. നമ്മളുടെ യുവജനത എങ്ങനെ പോയാലും പ്രശ്നമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും പതുക്കെ രഹസ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് അവരെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവരെ നേർവഴിയിലേക്ക് നടത്തുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഞങ്ങൾ അതിൻ്റെ കാരിയേഴ്സായി, ഞങ്ങൾ അതിൻ്റെ വിൽപ്പനക്കാരായി മാറുമെന്നൊരു അവസ്ഥയെക്കുറിച്ച് കേരളത്തിന് ആലോചിക്കാൻ പറ്റില്ല. ഇപ്പൊ പറയുന്നു കേരളത്തിൽ നിന്നാണ് MDMA തുടങ്ങിയ രാസലഹരികൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. തമിഴ്നാടും പറയുമ്പോൾ ഭൂപ്രകൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും എത്രയോ വലിയ സംസ്ഥാനമാണ് കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ. ഇന്ത്യയിൽ 2ാമതോ 3ാമതോ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് കേരളം മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലും വിൽപ്പനയിലും. ഇവിടെ എത്തുന്ന തോതനുസരിച്ച് നോക്കുമ്പോൾ ബബിതയ്ക്ക് അറിയാലോ, ഞാൻ എറണാകുളം സൗത്തിന്റെ കൗൺസിലറായിരുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്, KSRT ബസ് സ്റ്റാൻഡിന്റെ ഡിപ്പോ അവിടെയാണ്. ചേച്ചി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു വിഷയമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകുന്ന ഒരു, ശരിക്കും ഞാൻ 22 വയസ്സിൽ തുടങ്ങിയതാണ്. അന്നൊക്കെ ആളുകള് വലിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. സിഗരറ്റ് വെച്ചിട്ട് അതിങ്ങനെ ചുരുട്ടിയെടുത്ത് ഇങ്ങനെ വലിച്ചു തുടങ്ങുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ ലേഖന പരമ്പര ഇതിനെക്കുറിച്ച് വരുന്നത്. ബബിത എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. കൊച്ചു കുട്ടികളെ വരെ ഇതിലേക്ക് അഡിക്റ്റഡ് ആക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കണം.
സ്കൂളിൽ പഠിക്കുന്ന, അതായത് UP സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളേക്ക് ഇതിൻ്റെ കാരിയേഴ്സ് ആക്കുന്നു. കാരിയേഴ്സ് ആക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് അവർക്കൊരു ലഹരി അവരുടെ നാക്കിൽ തൊട്ട് കൊടുക്കുന്നു, ജസ്റ്റ് എന്തിലെങ്കിലും കഴുത്തിൽ കൊടുക്കുന്നു, പിന്നെ അഡിക്ഷൻ വരുന്നു. അങ്ങനെയാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സാഹചര്യത്തിൽ ഈ യുവജന പ്രസ്ഥാനങ്ങൾ നേതാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അവരൊരാളെ പിടികൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ന്യായ സംഹിത മാറ്റി എഴുതണം. ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ ഒരു ഉയർന്ന പദവി, എന്തെങ്കിലും പദവിയിലിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് കൂടുതൽ സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം. അവരെ വിശ്വസിച്ച് അവരുടെ പുറകെ മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അവർക്കതൊരു ഷോക്കായിരിക്കും. ഇല്ലേ, ഞാൻ വിശ്വസിച്ച് നടന്ന നേതാവ്, ഞാൻ ജയ് വിളിച്ച് നടന്ന, ഇൻകുലാബ് വിളിച്ച് നടന്ന നേതാവ് ഇങ്ങനൊരു കേസിൽ പ്രതിയാണെന്ന് അറിയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു വീട്ടിൽ പോയൊരു ഇലക്ഷൻ ക്യാമ്പയിൻ മുമ്പിൽ അവിടെ CPMന്റെ ഇന്റർനാഷണൽ നേതാവിൻ്റെ ഒരു പടം പൂജിച്ചൊക്കെ വച്ചിരിക്കുന്നു. ഞാൻ അമ്മ വിളിച്ചത് ആരാണെന്ന് അറിയാമോ? അല്ല, എൻ്റെ മോൻ പറഞ്ഞു ഒരു വലിയ നേതാവാണ്, ഞാനിപ്പോൾ പറയുന്നില്ല പേര്, അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന രാജ്യത്തിൻ്റെ നേതാവാണ്. ഇങ്ങനെ ആരാണെന്ന് അറിയാമോ? ഇല്ല, ഇങ്ങനെ വലിയ CPM അല്ല. ഞാൻ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളോട് പറഞ്ഞു കൊടുത്തു, മയക്കുമരുന്നിൻ്റെയും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണോ? ഞാൻ എന്തിനാ കള്ളം പറഞ്ഞു? അങ്ങേരെ എവിടെ കിടക്കുന്നു? അങ്ങേരെ എന്നെയും കണ്ടിട്ടില്ല ഈ ജന്മത്തിൽ, ഞാൻ അങ്ങേരെ ഈ ജന്മത്തിൽ കാണാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ എടുത്ത് താഴെ വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മകൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മകള് വിളിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കും അമ്മയൊക്കെ പരിചയപ്പെടുത്താൻ അമ്മയുടെ കൈ കൊണ്ട് തന്നെ ചായയും മറ്റ് പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവരെയാണ് ഇപ്പോൾ കാണുന്നത് ഒരു പ്രതിയായിട്ട് പോലീസ് കസ്റ്റഡിയിൽ. ആ കുടുംബത്തിന്റെ വികാരം ഒന്ന് മനസ്സിലാക്കുക. കുടുംബത്തിന് എന്തൊരു ടെൻഷനായിരിക്കും. എനിക്ക് തോന്നുന്നു ചേച്ചി മുമ്പ് ഒരു വീഡിയോയിൽ നമ്മളൊരിക്കലും സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ വീടിന്റെ അവിടെ ഒരു പെൺകുട്ടി ടെറസിൽ ഇതുപോലെ ഒരു നഗ്നയായിട്ട് നിൽക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണാലെ കണ്ട മോളെ, മൊബൈലുണ്ട്, എല്ലാവരും കയ്യിൽ മൊബൈല്, അണ്ടർ ഗാർമെന്റ്സ് മാത്രം കേട്ടോ, ബ്രേസറും പാൻറ്റീസും മാത്രം ഇങ്ങനെ നടക്കുക. എന്തോ ലോകത്താ. ഞാൻ കൈകൊട്ടി വിളിച്ച് എന്താ മോളെ എന്ന് ചോദിച്ചു. ഉണക്കുക നടക്കുവാടി. അപ്പം ഞാൻ പറഞ്ഞു എന്താ മോളെ കാണിക്കാൻ? എൻ്റെ തന്തയ്ക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടി? എൻ്റെ പ്രായമൊന്നും ബബിത ആലോചിക്കും. ഞാൻ പറഞ്ഞു നിന്റെ തള്ളേ ആയതുകൊണ്ടാണ് മോളെ, നിന്റെ തള്ളയുടെ പ്രായം പോലും എനിക്കില്ല, അതുകൊണ്ടാണ് മോളെ. മോൾ ഉള്ളിൽ കയറൂ, ആൻറ്റി വന്ന് വീശിത്തരാം, ഫാനും ഇടാം, നമുക്ക് വേഗം ഉണക്കിയെടുക്കാമെന്ന്. ഏതോ ഒരവസ്ഥയിൽ നടക്കുകയാണ് പെൺകുട്ടികൾ പലരും തന്നെ ഈ സിറ്റിയിലേക്ക് വരുമല്ലോ. അതായത് അത് ഏത് സിറ്റി ആയിക്കോട്ടെ, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം മാത്രമല്ല, കോഴിക്കോട്, അവിടെയൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ വേഷവിധാനം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഗ്രാമത്തിൽ അവർക്ക് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ? എന്തുമാത്രം എക്സ്പോസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. കവിത ഇവിടെ ഒരു കാര്യം പറഞ്ഞു, കുറേ ആമ്പിള്ളേർ എന്ത് വലിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ പോകാൻ പേടിയാണ്. പനമ്പള്ളി നഗറിൽ സെൻട്രൽ പാർക്കിൽ കുറേ പേര് ഒരു അവിടുത്തെ ഹാഫ് മതിലുണ്ട്, അത് കയറിയിരിക്കുക. അപ്പോൾ കുറച്ച് പെൺകുട്ടികൾ നൂഡിൽ സ്ട്രാപ്പ്, ഓഫ് ഷോൾഡർ ഡ്രസ്സ്, പുറകിൽ വലിയ സ്ലിറ്റുള്ള ഹാഫ് മിഡിയല്ല മിനി സ്കേർട്ട് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, എന്നെ കേൾക്കാൻ വേണ്ടിയില്ല, അവർ പരസ്പരം പറയാം, നമ്മൾ നോക്കിയാൽ കുറ്റം, നമ്മളെ കാണിക്കാൻ വേണ്ടിയില്ല ഇങ്ങനെ നടക്കുന്നേ. നമ്മൾ ഹായ് എന്ന് പറഞ്ഞ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ നമ്മള് വഷളന്മാരെ കമന്റ് അടിക്കാനില്ല, വഷളന്മാരോ, പക്ഷെ നമ്മളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത്. ഇവര് നടക്കുന്നത് ആൺകുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൺകുട്ടികൾ തന്നെ പറയുന്നു. പക്ഷെ അതിന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ ആൺകുട്ടികൾ വഷളന്മാരായി അപ്പൊ എന്നൊക്കെ കാണിക്കും. പക്ഷെ നമ്മളെ കാണിക്കാൻ വേണ്ടിയില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രത്യേകിച്ചും എന്നെ പോലുള്ളവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഓൾഡ് സ്കൂളാണ്. എന്തെങ്കിലും ഇന്ത്യ സദാചാര പോലീസിംഗ് ആണ്. ഒരു കാര്യം ബബിത, ഒരിക്കൽ എൻ്റെ വീടിനടുത്ത് ഞാൻ കാർ ഓടിച്ച് വരികയായിരുന്നു. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂളിൽ പഠിക്കുന്ന യൂണിഫോമാണ്. എന്തോ ഒരു ലോകത്താണ് ആ കുട്ടികൾ. അവരെന്തോ കഴിച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ സബ്ജക്റ്റിനും അനുബന്ധമായതുകൊണ്ട് ഞാനീ പറയുകയാണ്. ഞാൻ വേഗം കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ചെന്നപ്പോൾ ഈ പയ്യൻ ഇവളെ വിളിച്ച് ഉള്ളിൽ കയറ്റി, പൂട്ടി കിടക്കുന്ന വീടാണ്. ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം? ട്യൂഷനാണ്. ഇവിടെ ട്യൂഷനൊന്നുമില്ല. ട്യൂഷനാണ്. നീ എന്ത് ട്യൂഷനാണ് കൊടുക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാക്കി. മോളെ നീ എന്താ അറിഞ്ഞിട്ട്? അവളെ ഏതോ ലോകത്ത് നിൽക്കുക. ഞാൻ പറഞ്ഞു, മോളെ ഇതിനൊക്കെ ഒരു സമയം കാലമൊക്കെ ഉണ്ട്, ട്യൂഷൻ എടുക്കാനും പിടിക്കാനും. കാറ് കയറുക, അവളുടെ കൈ പിടിച്ചെന്നാൽ ഇവനങ്ങോട്ട് അവനെ എന്തൊക്കെയോ കൊടുത്ത് വളച്ച് എടുത്തോണ്ട് വന്നിരിക്കാൻ. എരെ വിട്ടുപോയില്ലേ? നിങ്ങൾക്കെന്താ കാര്യം? എനിക്കൊരു കാര്യമില്ല, ഞാൻ ഇവളുടെ കൈ പിടിച്ച് നടക്കുന്നു, അത്രേ ഉള്ളൂ, നിനക്കെന്താ കാര്യം ചോദിച്ചു. എന്നിട്ട് ഞാൻ അവളൊരു ചെറിയ ഫ്രൂട്ട് ജ്യൂസ് വിൽക്കുന്ന കടയിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം സംസാരിച്ചു. എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയണ്ട. ഞാൻ ആ പയ്യനോട് പറഞ്ഞു, നിങ്ങൾ ഏത് സ്കൂളിലാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ നാളെ അവിടെ വരും, നിങ്ങൾ വരില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഫോട്ടോ നോക്കി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. ഐ വിൽ റിപ്പോർട്ട് ടു യുവർ പേരൻസ്. ഇതൊന്നും ഇവിടെ നടക്കില്ല, ഈ പെൺകുട്ടിയും കൊണ്ട് നീ എന്തിനാ വന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എനിക്ക് അവനിങ്ങനെ പറയാം, സദാചാര പോലീസ് തലയ്ക്ക് പറ്റാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ. അതൊക്കെ നിന്റെ കാര്യം, ഇവൾ എൻജോയ് ചെയ്യണോ വേണ്ടെന്ന് അവൾ എൻ്റെ കയ്യിൽ പിടിച്ചേക്കൊണ്ട് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞ ഒരു 10 വർഷമല്ലേ ആയുള്ളൂ. 10 പോലും ആയിട്ടില്ല.
കഴിഞ്ഞ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ പൊതിച്ചോറിന്റെ ഒരു 10 വർഷത്തെ ഭരണം കൊണ്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിട്ടുകൊടുത്തു. ശരിക്കും പറയുകയാണെങ്കിൽ അത് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ പെൺകുട്ടിയെ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടാക്കി, ഓട്ടോ റിക്ഷക്കാരന് 200 കൊടുത്തിട്ട് പറഞ്ഞു ഈ മോൾക്ക് ഒട്ടും വയ്യ, എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടാക്കും. അപ്പോൾ അവൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അവളുടെ വീട് എവിടെയാണെന്ന് മനസ്സിലാക്കിയില്ല, അവളുടെ പേരൻസ് ആരാണെന്ന് മനസ്സിലാക്കി. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന പോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഉപദേശം എന്ന് പോലും ഞാൻ ഇവിടെ പറയുന്നില്ല. മോളെ പഠിക്കൂ, നല്ല ഒരു എഞ്ചിനീയറിംഗിനോ മെഡിസിനോ വാട്ട് എവർ യു വാണ്ട് യു ഗോ ഫോർ. ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ ബുദ്ധിയും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ബബിത പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡിഫിയുടെ പരിപാടി നടക്കുന്നതിന് എന്തൊരു ആഭാസ നൃത്തമായിരുന്നു. ശരിക്കും സുബോധത്തിലുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു നൃത്തം ക്യാമറയുടെ മുമ്പിൽ കളിക്കാൻ പറ്റും? അഭിമന്യുവിൻ്റെ ആണ്ടിന് എല്ലാ ആണ്ടും ഇവർ ആഘോഷിക്കും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശവകുടീരങ്ങൾ കരയാറില്ല, കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. അവിടെ കിടന്ന് അഭിമന്യു തിരിപിരി കൊള്ളുമായിരിക്കും, എരിഞ്ഞു പൊളയായിരിക്കും, എന്താണ് എൻ്റെ പേരും പറഞ്ഞ് ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. അഭിമന്യു ജീവനോടെങ്കിൽ ഒരു നാട്ടും പുറത്തുനിന്ന് ഒരു പച്ച സ്വെറ്റർ ഇട്ട അമ്മ വന്ന് ഞാൻ നൊന്തു പെറ്റ പൊന്നു മകനേന്ന് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് വീണ് കിടന്ന് കരയുന്ന രംഗം എൻ്റെ കണ്ണിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ആ കുഞ്ഞിൻ്റെ ആണ്ടിനാണ്ടിന് ഇവർ കാണിക്കുന്ന നൃത്തം കണ്ടാൽ അവൻ എരിപിരി കൊള്ളുമായിരിക്കും. അവന് ആത്മാവിനോ ശരീരത്തിനോ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറ്റുമെങ്കിൽ അവൻ വന്ന് പറഞ്ഞേനെ, അയ്യോ എനിക്ക് വേണ്ടി ഇത് വേണ്ടേ, നിങ്ങളിങ്ങനെ ആഘോഷിക്കല്ലേ, ഞാൻ അവിടെ ഇരുന്ന് കരയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. എഴുതി വെച്ചിരിക്കുകയാണ് മഹാരാജാസ് കോളേജിൽ, ശവകുടീരങ്ങൾ കരയാറില്ല, കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. സുബോധമുള്ള ആർക്കെങ്കിലും പറ്റുന്ന കാര്യങ്ങളാണോ യുവതലമുറയുടെ ഇടയിൽ നടക്കുന്നത്? പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന റഹീമിന്റെ കസിനല്ല, അനന്തരവൻ എന്ന് പറയാം, അനന്തരവൻ തന്നെ പറയാം, സഹോദരിയുടെ പുത്രനാണ്. അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരാളെ പിടികൂടുന്നു. അപ്പൊ ഇതിലൊക്കെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യ അല്ല, ഈ പറയുന്ന പയ്യൻ ഡിവൈഎഫ്ഐയുടെ തൊടുപുഴ സെക്രട്ടറി കൂടിയാണ്. തൊടുപുഴയിലെ സ്ഥലത്തിന്റെ പേര് തെക്കും ഭാഗത്തിലെ ഡിവൈഎഫ്ഐ സെക്രട്ടറി. ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പൊ നമുക്കിപ്പോ തൂഫാനൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത്, തൂഫാൻ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ പുതിയ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവിടുത്തെ യുവതലമുറയിലുള്ള അവരാണ് ഭാവിയിൽ നേതാക്കന്മാരായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ഇതിന് മുൻകൈ എടുത്ത് ഇതിന്റെ ഏജന്റുമാരാകുമ്പോൾ ശരിക്കും ആ പ്രസ്ഥാനങ്ങളുടെ വീഴ്ചയല്ലേ അത്? തീർച്ചയായിട്ടും ബബിത, ഡിവൈഎഫ്ഐ എന്നുള്ള ആൾക്കാരാണ് മുതിർന്ന CPM-ന്റെ ആളുകളാവുന്ന രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും അസംബ്ലിയിലേക്കൊക്കെ മത്സരിച്ച് ജനങ്ങളുടെ ശബ്ദമായി മാറുന്നു. ജനങ്ങളുടെ ശബ്ദമായി മാറുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ഭീതിതമായ അവസ്ഥയാണ്. ഇനി വേറൊരു വശം ഞാൻ ആലോചിച്ചെന്താണെന്നറിയാമോ, ഇന്നത്തെ കുട്ടികൾ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നും അറിയില്ല. പിന്നെ ഒരു നേതാവാണെങ്കിൽ ധാരാളം രൂപയുടെ ചെലവുണ്ട്. കോളേജിൽ പഠിക്കുന്ന പല കുട്ടികളും പറയാറുണ്ട്, ഇലക്ഷനോടനുബന്ധിച്ച് അവർക്ക് ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കാനുണ്ട്. പിന്നെ നമ്മളോടൊപ്പം ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു തൊട്ട് കൊടുക്കാത്താൽ മാത്രമേ നിൽക്കുകയുള്ളൂ. ഇപ്പം കേൾക്കുന്ന എന്താണെന്നറിയാമോ, നമ്മളുടെ സിഗരറ്റില്ലേ, സിഗരറ്റിൻ്റെ ഉള്ള പുകയിലും ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തിരിച്ച് ആ വെള്ള ജാക്കറ്റിനുള്ളിൽ തന്നെ ഇട്ട് വലിക്കുമ്പോൾ അതിനൊരു വേറെ ഒരു ഉന്മാദമാണെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും ഇവർ തന്നെ ട്രൈ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. വരുന്ന രാസലഹരി ഒന്ന് സാധനം വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു ലാഭ് അവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഇപ്പം അവിടുത്തെ കൗൺസിലറായെന്ന് പറഞ്ഞല്ലോ, മിക്കവാറും എല്ലാ ദിവസവും ഈ ബാക്ക് പാക്കിൽ അതിൻ്റെ അതേ ഷേപ്പിൽ കഞ്ചാവ് തുടങ്ങിയ രാസലഹരികൾ വെച്ചിട്ട്, രാസലഹരി ഉൾപ്പെടെ വന്നിറങ്ങാറുണ്ട് ആൾക്കാർ. പോലീസ് വിളിക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരെങ്കിലും വന്ന് ഒപ്പിടണം, അല്ലെങ്കിൽ കൗൺസിലർ. അതുകൊണ്ട് എനിക്കറിയാം എന്തുമാത്രമാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ തൊടുപുഴയിലെ ഡിവൈഎഫ്ഐക്കാരൻ നേതാവിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ VD സതീശൻ്റെ കൂടെ നടന്നിരുന്ന അദ്ദേഹത്തെ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതല്ലാണ്ടും കാണാതെ പിടിക്കപ്പെടാതെ പോകുന്ന എത്രയോ പേരുണ്ട്. പിടിച്ചാൽ തന്നെ കൈവിട്ടു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ നേതാക്കന്മാരായതുകൊണ്ട് പറയുന്നു. പലപ്പോഴും ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരെന്നോട് പറയാണ്ട്, മാഡം ഞങ്ങൾ വെറുതെ വണ്ടി ഓടിക്കുന്നത്,
ഇവരെയൊക്കെ പിടിച്ച് ഉള്ളിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഉന്നതങ്ങളിൽ നിന്ന് നേതാക്കന്മാർ വിളിക്കും. ഫോൺ വരും. അപ്പം ഞങ്ങൾക്ക് ഇറക്കി വിടാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളെ നോക്കി ആക്കിയിട്ട് ചിരിച്ചോണ്ട് പോകുന്ന അവരുടെ മുമ്പിൽ തല കുനിച്ച് നമുക്ക് ശരിക്കും ഒന്ന് കൊടുക്കാൻ തോന്നും, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നല്ലേ ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല തൂഫാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് സിൻസിയറായിട്ടാണ് നടപ്പാക്കുന്നത് എങ്കിൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും തന്നെ പ്രവർത്തകരെയൊക്കെ പിടിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കൃത്യമായിട്ടാണ് നടപ്പാക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ധാരാളം പേര് അകത്താകാനുണ്ട്. നമ്മളുടെ യുവതലമുറയെ നമുക്ക് വേണം. നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അംബീഷ്യസ് ആയ കുട്ടികളൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അല്ലാതെ ഉള്ള കുട്ടികൾ ഇങ്ങനെ മരച്ച തലമുറ നമുക്കിനി വേണ്ട. മരുന്നിനും മയക്കുമരുന്നിനും സെക്സ് റാക്കറ്റിനും ഒക്കെ അടിമപ്പെട്ട് ഷുഗർ ഡാഡിമാർക്കൊക്കെ കൂടെ നടക്കുന്ന ഒരു സാഹചര്യം, അതൊന്നും വേണ്ട. നല്ല പ്രബുദ്ധ കേരളത്തിൽ പ്രബുദ്ധരായ യുവതലമുറ ഉണ്ടാവട്ടെ. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും, സദാചാര പോലീസിങ് അല്ല, സഹായങ്ങളും നമ്മളുണ്ടാവും. പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നിങ്ങളുടെ പേര് പുറത്ത് പറയാണ്ട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി നിങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് ഇന്ത്യ ലൈവിനും C4Nനും ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ഇതിൽ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4Nനും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N.